അനിസ്റ്റ. മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ക്രോഷറ്റ് ബിസിനസ് സീരീസിന്റെ പാർട്ടാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ക്രോഷറ്റ് പ്രോഡക്ട്സ് പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ലെങ്തി ആയിട്ടുള്ളതെന്ന്. നമ്മൾ ക്രോഷറ്റ് ബിസിനസ്സിൽ പ്രൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ പ്രൈസ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെമോ പ്രൈസിങ് 2 പ്രോഡക്ട്സിന്റെ പ്രൈസിങ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് കമ്പാരിസണും കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ പ്രൈസ് ചെയ്തുള്ള പ്രൊഡക്ട്സിന്റെ ബാക്കിയുള്ള വെബ്സൈറ്റ്സിലൊക്കെയുള്ള പ്രൈസ് എത്ര വരും എന്നുള്ളൊരു കമ്പാരിസൺ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ ക്രോഷറ്റ് ബിസിനസ്സിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്താണ് അതും കമന്റ് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് ക്രോഷറ്റ് ബിസിനസ്സിൽ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് പറയാം. അതായത് പ്രൈസിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ്. എല്ലാവരും ക്രോഷറ്റ് ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ പ്രൈസ് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അധികവും അണ്ടർ പ്രൈസ് ആണ് നമ്മൾ ചെയ്യുക. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഈ പ്രൈസിന് സെല്ലാവോ, ഇത്രയും പൈസയ്ക്കൊക്കെ ആളുകൾ മേടിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഡക്ട്സ് അണ്ടർ പ്രൈസ് ചെയ്യും. അതൊരു കോമൺ മിസ്റ്റേക്സ് ആണ്. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിങ് മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. രണ്ടാമതൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഒരിക്കലും നമ്മുടെ ടൈം അതിൽ പ്രൈസിങ് ഇൻക്ലൂഡ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും നമുക്ക് അതിന് ചിലവായ പൈസ എത്രയാ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടൈം എത്രയാണ്, നമ്മൾ എത്ര സമയം പോയി, അതിന്റെ മാൻ പവറിന്റെ പ്രൈസ് കൂട്ടാൻ പലപ്പോഴും മറക്കാറുണ്ട്. അതാണ് രണ്ടാമതൊരു മിസ്റ്റേക്സ്. ഇതൊന്നും ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വലിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി മൂന്നാമത് വരുന്നൊരു മിസ്റ്റേക്സ് ആണ്, നമ്മൾ ചിലപ്പം നമ്മൾ ചെയ്യാത്ര സമയം എടുത്തതുകൊണ്ട് ഇത്ര പൈസ വാങ്ങാം അങ്ങനെ നമ്മൾ കൂട്ടും. പക്ഷെ നമ്മുടെ ഇത് പ്രൊഡക്റ്റ് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ചിലപ്പം നമ്മൾ കൂട്ടാൻ മറന്നു പോകും. മെറ്റീരിയൽസ് കോസ്റ്റ്, അതേപോലെ തന്നെ ഇപ്പോൾ യാണിന്റെ കോസ്റ്റ് മാത്രം കൂട്ടും. ഇപ്പോൾ ഹെയർ ക്ലിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ക്ലിപ്പ് ബേസ് ഉണ്ടാവും, അത് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ ഈ കാൽക്കുലേറ്റിംഗ് ഫോർമുലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഒരു ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. പിന്നെ വേറൊരു മിസ്റ്റേക്കാണ്, നമ്മൾ അതിൽ യാതൊരു പ്രോഫിറ്റും ആഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറേ ചിലവുകൾ ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ഹുക്ക് സെറ്റ് വാങ്ങുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 പീസിൻ്റെ ഹുക്ക് സെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതൊരു 500 ചിലപ്പോൾ 1000 ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ പൈസ ആരാ തരിക? നമ്മൾ അത് വെച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പാക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഷിപ്പിംഗ് ചാർജ് ചിലപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് മേടിക്കും. ഇപ്പം പോസ്റ്റൽ വഴി 60 റുപ്പീസ് ഷിപ്പിംഗ് ചാർജാണ്, അല്ലെങ്കിൽ കൊറിയർ വഴി 80 റുപ്പീസ് അല്ലെങ്കിൽ 100 റുപ്പീസ് ഷിപ്പിംഗ് ചാർജാണ്. പക്ഷേ നമുക്കൊരു പാക്കിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് കൊറിയർ ബാഗ് മതിയാവും. പിന്നെ ചില ഷേപ്പ് നിലനിർത്തേണ്ട പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് പാക്കിംഗ് ബോക്സസ് വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള എമൗണ്ട് നമ്മൾ നമ്മുടെ പ്രൈസിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതാണ് അടുത്തൊരു മിസ്റ്റേക്സ്. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ പ്രൈസിങ് ഫോർമുലാസ്. കുറച്ച് സ്ഥിരമായിട്ടൊരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് പ്രൈസിങ് ചെയ്യാം. അതിന് നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. ഈ 3 മെത്തേഡ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഞാൻ അവസാനം പറയുന്നത് മൂന്നാമത് പറയുന്ന മെത്തേഡാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ലീസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മോഹവില ഇടുക എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും ക്രോഷറ്റേഴ്സ് ചെയ്യുന്ന, എസ്പെഷ്യലി കേരളത്തിലുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്, മോഹവില ഇടുക. അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണുമ്പം ഇത് എത്ര പൈസയ്ക്ക് സെല് ചെയ്യാൻ പറ്റും, അതായത് ഇത്ര പൈസയ്ക്ക് ഇത് ആളുകൾ വാങ്ങും അല്ലെങ്കിൽ ഇത്ര പൈസയ്ക്ക് ഇത് ആളുകൾ മേടിക്കുള്ളൂ, അതാണ് മോഹവില എന്ന് പറയുന്നത്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമിഗുരുമി ആണെങ്കിൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഞാനിതൊരു 1000-ന് വിൽക്കും. അല്ലെങ്കിൽ നമ്മളൊരു ബാഗ് ചെയ്തു, ഇത് അത്ര നന്നായിട്ടില്ല, അതുകൊണ്ട് ഇതൊരു 300-ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഇടുന്നതാണ് മോഹവില. ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രൈസ് ബേസ് ഉണ്ടാവില്ല. അത് നമ്മൾ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് നമ്മൾ എടുത്തുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നതോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൈസ് അന്വേഷിക്കുന്നതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യും, ഇവർ ഒരു ഇതിലാണ് പ്രൈസ് ഇടുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് പ്രൈസ് കുറച്ചിട്ടിട്ട് അത് നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സെയിലാവും. നമ്മളിപ്പം ചെയ്തിട്ട് തന്ന കഴിഞ്ഞാൽ നമുക്ക് ആ കളർ കോമ്പോ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ചെയ്ത മെത്തേഡ് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അത് പോവില്ല അല്ലെങ്കിൽ ആരും വാങ്ങൂല എന്ന് വിചാരിച്ച് നമ്മൾ പ്രൈസ് കുറച്ചിടുന്നതായിരിക്കും. അപ്പൊ ചിലപ്പോൾ അത് സെയിലാവും. അപ്പൊ അങ്ങനെ സെയിൽ നടക്കും. അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഭംഗിയുള്ള സാധനത്തിൽ ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്ന പ്രൈസ് എമൗണ്ട് കുറവാണെന്ന് തോന്നും, നമ്മളൊരു മോഹവില ഇടുന്നു, അപ്പൊ അത് ചിലപ്പോൾ സെയിലായി നമുക്ക് അത്രയും അത് പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഗുണവും ദോഷവും ഉണ്ട് അതിന്. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡാണ് ഒരു ഫിക്സഡ് പ്രൈസ് റേറ്റ് ഇടുക. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഏകദേശം ഒരേപോലെയുള്ള പ്രൊഡക്ട്സിനൊക്കെ ഒരു ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ
സ്മോൾ പ്രൊഡക്ട്സിനൊക്കെ 150 റുപ്പീസ്, ഒരു മീഡിയം പ്രൊഡക്ട്സിനൊക്കെ 500 റുപ്പീസ്, പിന്നെ വലിയ പ്രൊഡക്ട്സിന് അതിന് സൈസ് അനുസരിച്ച് നമുക്ക് വേരി ചെയ്യാം. ഇതാണ് ഒരു ഫിക്സഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കീ ചെയിൻസ് അല്ലെങ്കിൽ ഹെയർ ടിപ്സ്, സ്ക്രഞ്ചീസ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരേ സമയം മതി, അതേപോലെ ഓൾമോസ്റ്റ് ഒരേ എമൗണ്ട് മെറ്റീരിയൽസ് മതി ഇത് ചെയ്യാൻ എന്ന് നമുക്ക് തോന്നുന്ന പ്രൊഡക്ട്സിനൊക്കെ ഒരു പ്രൈസിങ്ങിൽ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്രൈസ് പറയാൻ എളുപ്പമുണ്ടാവും. മറ്റു ചിലപ്പോൾ നമുക്ക് കുറെ പ്രൊഡക്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എത്ര പ്രൈസ് ആയിരുന്നു, ഇതിന് എത്ര പ്രൈസ് ആയിരുന്നു, നമുക്ക് എല്ലാ പ്രൊഡക്ട്സിന്റെയും പ്രൈസ് ആ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത് ബുദ്ധിയല്ല, എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള പേജസ് ഒക്കെ കമ്പയർ ചെയ്ത് നമ്മുടെ സെയിം പ്രൊഡക്റ്റ് കോപ്പി ചെയ്തുണ്ടാക്കി അതിലും പ്രൈസ് കുറച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊന്നും മിക്കവാറും നമ്മൾ ചില പ്രൊഡക്ട്സിന്റെ പ്രൈസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യാം, പക്ഷേ ഭൂരിഭാഗം പ്രൊഡക്ട്സിന്റെയും പ്രൈസ് നമ്മൾ ആഡ് ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിനോട് പ്രൈസ് പറയുമ്പോൾ എളുപ്പമുണ്ടാവും. നമ്മളൊരു ഫിക്സഡ് പ്രൈസ് ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കീ ചെയിൻ ആണ് എൻക്വയറി ചെയ്യുന്നതെങ്കിൽ കീ ചെയിൻ ഇത്ര പൈസയാണ്, അപ്പൊ ഇതിന് 150, അത് നമുക്ക് പറയാനൊരു എളുപ്പമുണ്ടാവും. പിന്നെ ഇതിന്റെ ദോഷവശം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില കീ ചെയിൻസ് നമുക്ക് കൂടുതൽ സമയം എടുക്കും, അല്ലെങ്കിൽ ചില ഹെയർ ബാൻഡ്സ് കൂടുതൽ മെറ്റീരിയൽസ് എടുക്കും. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് അധികം ചെറിയ പ്രൊഡക്ട്സിന്റെ കേസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വലിയ പ്രൊഡക്ട്സ് ആണ്, നമ്മൾ ബാഗ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലവർ ബൊക്കെ ആണ് ചെയ്യുന്നതെങ്കിലൊക്കെ ഇങ്ങനത്തെ കേസിൽ ഈ ഒരു മെത്തേഡ് അത്ര സ്യൂട്ടബിൾ ആവില്ല. ഇനി നമ്മുടെ തേർഡ് മെത്തേഡ് നോക്കാം. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്, നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും, നഷ്ടമില്ലാണ്ട് വരുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ മെത്തേഡാണ്. പിന്നെ ചിലർക്ക് ഒരു ഡൗട്ട് വരും, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് നമ്മുടെ പ്രൊഡക്ട്സ് സെയിൽ ആവുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവരെയും ഈ ഒരു മെത്തേഡിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പൊ അതിനുള്ള ടിപ്സും ഞാൻ പറയുന്നുണ്ട്. കൂടാതെ നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ഒക്കെ നോക്കുന്നുണ്ട് ഈ മെത്തേഡ് വെച്ചിട്ട്, എന്നിട്ട് ആ പ്രൈസ് കമ്പാരിസൺ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ പെർ ഹവർ നമ്മുടെ പ്രൈസ് കണക്കാക്കണം. അതായത് നമ്മൾ എത്ര മണിക്കൂറാണോ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ എടുക്കുന്നത്, നമ്മളൊരു ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ഹോബി പോലെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് പോലെയല്ല, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ കുറെ ചിട്ടവട്ടങ്ങൾ വേണ്ടി വരും. അതിൽ വേണ്ട ഒരു ചിട്ടയാണ് നമ്മൾ ഹവർ കണക്കാക്കുക എന്നുള്ളത്. അപ്പൊ ചെറിയ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ഹെയർ ക്ലിപ്പ് ചെയ്യാണ്, അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിന് 1 ഹവറോ 1.5 ഹവറോ വന്നിട്ടുണ്ടാവും. ഇതിന്റെ പ്രശ്നം വരെ എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ബാഗ്സോ അല്ലെങ്കിൽ പില്ലോ കവേഴ്സോ ബ്ലാങ്കറ്റ്സോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡേയ്സ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഇതിന്റെ ഹവർ കണക്കാക്കാൻ എപ്പോഴും മറന്നു പോകും. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊരു ടൈം, ഒന്നെങ്കിൽ നമുക്ക് ടൈം എഴുതി വെക്കാം, അന്ന് നമ്മൾ എത്ര ടൈം വരെ അത് ചെയ്തോ ആ ചെയ്ത് കഴിഞ്ഞ ടൈമും ഡേറ്റ് ഇട്ട് എഴുതി വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നു അതേ വർക്ക്. അപ്പൊ ഇത്ര മണിക്ക് ഞാൻ തുടങ്ങി, ഇത്ര മണി വരെ ഞാൻ ചെയ്തു, അത് ഓരോ ദിവസം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടോട്ടൽ എത്ര ഹവേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യാം, നമ്മുടെ ഫോണിലുള്ള സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അന്ന് നമ്മൾ എത്ര ടൈം ചെയ്തു എന്നുള്ളത് നമുക്ക് ഡിജിറ്റലായിട്ട് അറിയാൻ പറ്റും. ഇത് നമുക്ക് ഒന്നെങ്കിൽ നോട്ട് ചെയ്തിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് പാഡിന്റെ ഒക്കെ ആപ്പ് ഉണ്ടാവും, അതിൽ നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിന് ഒരു പേരിടുക, ആ പേരിന്റെ താഴെ എഴുതി വെക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ എത്ര മെറ്റീരിയൽസ് യൂസ് ചെയ്തെന്നുള്ളത്. നമ്മളിപ്പം ഒരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് എളുപ്പമായിരിക്കും, അതായത് നമ്മൾ മീറ്റർ വൈസ് ആണ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ ക്രോഷറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല, നമ്മൾ യാണാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ മീറ്റർ എടുത്ത് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വെയിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ യാൺ വാങ്ങുന്നത്. അതായത് ഇപ്പൊ ഒരു ബോൾ ഓഫ് യാൺ എന്ന് പറയുന്നത് 100 ഗ്രാംസ് ആകാം, 200 ഗ്രാംസ് ആകാം. ഇനി നിങ്ങൾ ഹാൻഡ്സ് ആയിട്ടാണ്, അതായത് ലൂസ് യാണില്ലേ, ബ്രാൻഡഡ് അല്ലാത്ത യാണ്, അല്ലെങ്കിൽ ബ്രാൻഡഡ് ആണെങ്കിൽ തന്നെ ലൂസ് ആയിട്ട് നമ്മൾ പിന്നെ ബോൾ ചെയ്തെടുക്കുന്ന യാൻസ്, അപ്പൊ അതാണെങ്കിലും അതിനൊരു വെയിറ്റ് ഉണ്ടാവും. അപ്പം ആ വെയിറ്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഓർത്തിരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും അത് എഴുതി വെക്കണം, ഇത്ര വെയിറ്റിൻ്റെതാണ്. എന്നാൽ ബ്രാൻഡഡ് യാണ്, ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള യാണാണെങ്കിൽ അതിന്റെ ലേബലിന് മുകളിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, മറ്റേ യാണിന് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അപ്പം ചിലപ്പോൾ നമുക്കത് 80 ഗ്രാമിൻ്റെതായിരിക്കാം, ചിലപ്പോൾ 50 ഗ്രാമിൻ്റെ 100 ഗ്രാമിൻ്റെ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അത് എത്ര ഗ്രാമിൻ്റെതാണ് കിട്ടിയത് എന്നുള്ളത് ഒരു ബോധം നമുക്ക് വേണം.
പിന്നെ നമ്മളിപ്പോൾ ചെറിയ പ്രൊഡക്ട്സിനാണ് പ്രശ്നം വരിക. ചെറിയ പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏകദേശം കണക്കാക്കുക. ഞാനിപ്പം ഈ ഒരു ബോൾ ഓഫ് യാണിന്റെ 5-1 ഭാഗം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മൾ കണക്കാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കണക്കാക്കാം, ഈ ഒരു ബോൾ ഓഫ് യാൺ വെച്ചിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് 5 എണ്ണം ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് കണക്കാക്കാം. അതൊരു ഏകദേശ കണക്കാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. ഇനി വലിയ പ്രൊഡക്ട്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്വെറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ യാൺ എന്തായാലും വേണം. അപ്പോൾ ഓരോ ബോൾസ് ആയിട്ട് കഴിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്ത്, ഞാനിപ്പോൾ ഇതിനൊരു 2.5 ബോൾസ് എടുത്തു, അല്ലെങ്കിൽ ഈ കളർ ഞാൻ 2 ബോൾസ് എടുത്തു, മറ്റേ കളർ ഞാൻ 1 ബോൾ എടുത്തു. അപ്പം ആ ഒരു കണക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് യാൺ മാത്രമല്ല, വേറെ എന്തെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽസ് വേണം. ഒരു കീ ചെയിനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് കീ ചെയിൻ റിങ് വേണം. അപ്പൊ അതുകൂടെ നമ്മുടെ മെറ്റീരിയൽ സെക്ഷനിൽ വരും. വേറെ നമ്മൾ പറയുകയാണെങ്കിൽ ബട്ടൺസ് വരും. ഇപ്പൊ സ്വെറ്റർ അല്ലെങ്കിൽ ഒരു കാർഡിഗാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പൊ അതിന് ബട്ടൺസ് എക്സ്ട്രാ വരും. ചിലപ്പോൾ ഹെയർ ക്ലിപ്സ് ആണെങ്കിൽ അതിന്റെ ബേസ് എക്സ്ട്രാ വരും. അപ്പം അതുകൂടെ നമ്മുടെ മെറ്റീരിയൽസിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? നമ്മുടെ ഹവേഴ്സ് കിട്ടി, അല്ലെങ്കിൽ മിനിറ്റ്സ് കിട്ടി, അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹവേഴ്സിനൊരു പ്രൈസ് കണക്കാക്കണം. ഇപ്പൊ ഞാൻ ഒരു മണിക്കൂറിന് എനിക്ക് ഇത്ര പ്രൈസ് കിട്ടണം, അതാണ് ഹവർലി ചാർജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കാന്ന് വെച്ചാൽ, നമ്മുടെ എക്സ്പെർട്ടൈസ് ലെവൽ അനുസരിച്ചാണ് അത് കണക്കാക്കേണ്ടത്. നിങ്ങളിപ്പോൾ ബിഗിനർ ആണ്, ജസ്റ്റ് ക്രോഷ്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രൈസ് നമ്മൾ പെർ ഹവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഓവർ പ്രൈസ്ഡ് ആയി പോകും. ചിലപ്പോൾ കസ്റ്റമർ ആ പ്രൈസിന് വാങ്ങാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് വർഷമായിട്ട് ക്രോഷ്യ ചെയ്യുന്ന ഒരാളാണ്, ഇപ്പൊ ബിസിനസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന് അതിനനുസരിച്ചുള്ള ഫിനിഷിങ്ങും ക്രാഫ്റ്റ്മാൻഷിപ്പും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന് ഹവർലി പ്രൈസ് മറ്റേത് അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ വേണം. അപ്പൊ നമ്മളൊരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ് പെർ ഹവർ എന്ന് പറയുന്നത്. ഈ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു തീരെ നിങ്ങൾ അറിയാണ്ട് ഒരു പരീക്ഷണത്തിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹവർലി പ്രൈസ് ഒരു 70-80 ഒക്കെ ഇടാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് അത്രേ അറിയുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ 2 months 3 months കഴിയുമ്പോൾ നമുക്കിത് കൂട്ടാം, നമുക്ക് കാലക്രമേണ ഇത് കൂട്ടിക്കൊണ്ടുവരാം. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ അത്രേ പാടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ അറിയുകയാണെങ്കിൽ 100 to 120 നിങ്ങൾക്ക് ഹവർലി പ്രൈസ് ഇടാം. ഇനി നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 150 to 200 വരെ ഹവർലി പ്രൈസ് ഇടാം. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ എക്സ്പേർട്ട് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്, നമുക്ക് എത്രയാണോ യാൺ എടുത്തത്, സാധനങ്ങൾ എടുത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബോൾ ഓഫ് യാണെന്ന് 5-ൽ 1 നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൊത്തം ആ യാൺ പ്രൈസ് എത്രയാണോ, ഇപ്പൊ 100 റുപ്പീസ് ആണ് ഒരു ബോൾ ഓഫ് യാൺ, അതിൽ 5-1 ഭാഗമാണ് ചെയ്യുന്നതെങ്കിൽ എടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ് വരിക. അപ്പൊ ആ 20 റുപ്പീസ് എഴുതാം. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ട്, ഇപ്പോൾ കീ ചെയിൻ റിംഗ് ഉണ്ട്, അപ്പോൾ അതിനൊന്നിന് 5 റുപ്പീസ് വന്നു റേറ്റ്, അപ്പോൾ അത് 5, അപ്പോൾ 25 ആണ് നിങ്ങളുടെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ നമ്മുടെ ഹവർലി ചാർജ് നമുക്ക് 1 hour ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ 1.5 hour കൂട്ടാം നമുക്ക്. അപ്പോൾ 100 റുപ്പീസ് ആണ് നിങ്ങൾ ഹവർലി ചാർജ് ഇടുന്നതെങ്കിൽ 1.5 hourന് 150 റുപ്പീസ് വരും. അപ്പോൾ ഈ 150 റുപ്പീസും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. അതായത് നമ്മൾ ഹവർലി ചാർജ് ഇൻറ്റു നമ്മുടെ എടുത്ത ടൈം, അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കൂട്ടണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടണം. എന്താണ്? നമ്മളൊരു പ്രോഫിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. അത് പലരും മറന്നു പോകുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്നത് വെറുതെ നമ്മുടെ സമയം പോക്കാൻ മാത്രമല്ലല്ലോ, നമുക്കൊരു പ്രോഫിറ്റ് കൂടി അതിന് വേണം. ആൻഡ് ഓൾസോ നമുക്ക് വേറെ കുറെ എക്സ്പെൻസ് വരാം, മാർക്കറ്റിങ്ങിന് എക്സ്പെൻസ് വരാം, പാക്കിങ്ങിന് എക്സ്പെൻസ് വരാം, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ഇടണം. ആ ഒരു പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരുപാട് ഇടരുത്. ജസ്റ്റ് ഒരു, ഇപ്പം ഫോർ എക്സാമ്പിൾ ചെറിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 30 റുപ്പീസോ 50 റുപ്പീസോ ഒക്കെ എക്സ്ട്രാ ഇടാം. ഈ ഒരു ഇത് കൂടാത്ത എക്സ്ട്രാ ഇടുന്നതാണ്. വലിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ 200 വരെ എക്സ്ട്രാ ഇടാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 100 റുപ്പീസ് വരെ എക്സ്ട്രാ ഇടാം. എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രൊഡക്ട്സിൻ്റെ ഒരു 300, വലിയ പ്രൊഡക്ട്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കാർഫ് ഓർ ബാഗ്, അത്ര ബ്ലാങ്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ഇടേണ്ടി വരും. ഒരു സ്കാർഫ് ഓർ ബാഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 200 to 300 എക്സ്ട്രാ ഇടാം. നിങ്ങൾ ഹവർലി ചാർജ് മെറ്റീരിയൽ കോസ്റ്റും കൂടാണ്ട് എക്സ്ട്രാ ഇടുന്ന പ്രൈസാണ്. അപ്പോൾ നമുക്കിപ്പോൾ 3 കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് നിങ്ങളുടെ ഹവർലി ചാർജ് ഇൻറ്റു ടൈം ടേക്കൺ, എത്ര ഹവേഴ്സ് ആണ് ചെയ്തത്, പ്ലസ് പ്രോഫിറ്റ്. ഇത്രയും 3 കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ഡെമോ നോക്കാം, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിപ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പോൾ ഞാനൊരു വലിയ പ്രൊഡക്റ്റും ഒരു ചെറിയ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കുറയുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു കീ ചെയിനാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോ കീ ചെയിനാണ്, ക്രോഷറ്റ് ബോ കീ ചെയിനാണ്. കണ്ടോ?
അപ്പോൾ ഇതിനെങ്ങനെ പ്രൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഹവർലി ചാർജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 150 റുപ്പീസാണ്. അതായത് 1 ഹവറുള്ള ഒരു വർക്കിന് ഞാൻ 150 റുപ്പീസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മെറ്റീരിയൽ കോസ്റ്റ് നോക്കണം. ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കഡ്ലി എന്ന് പറയുന്ന ഗംഗാ കഡ്ലി പറയുന്ന യാണാണ്. അതെനിക്ക് കിട്ടിയിട്ടുള്ളത് ഹാങ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് 80 ഗ്രാംസിൻ്റെ ഹാങ് ആയിരുന്നു. 80 റുപ്പീസ് ആയിരുന്നു അതിൻ്റെ റേറ്റ്. അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 ഗ്രാമിന് 10 റുപ്പീസാണ്. ഓക്കെ, 80 ഗ്രാമിന് 80 റുപ്പീസാണ്, അതുകൊണ്ട് 10 ഗ്രാമിന് 10 റുപ്പീസാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും 10 ഗ്രാംസ് ഒന്നും എനിക്ക് ആയിട്ടില്ല, അതിലും കുറവ് മതി ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ. ഒരു 5 ഗ്രാംസ് മതി, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു 5 ഗ്രാംസ് യാണ് വേണ്ട, നമുക്ക് 10 ഗ്രാം വെച്ച് തന്നെ കൂട്ടാം. 10 ഗ്രാം യാൺ എടുത്തുകൊണ്ട് കൺസിഡർ ചെയ്യാം. അപ്പം 10 ഗ്രാമിന് നമുക്ക് 10 റുപ്പീസാണ് ഇതിൻ്റെ യാൺ കോസ്റ്റ് വരുന്നത്. ഇനി ഇതിനൊരു കീച്ചെയിൻ റിംഗ് ഉണ്ട്. അപ്പം ഓരോ റിങ്ങിന് ഞാൻ 5 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 റുപ്പീസ് കൂടെ വന്നത്. അപ്പം എനിക്ക് മെറ്റീരിയൽ കോസ്റ്റ് ടോട്ടൽ 15 റുപ്പീസാണ് വരുന്നത്. 15 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ്. ഇത് ഞാൻ ചെയ്യാൻ 1 ഹവർ ടൈം എടുത്തു. അപ്പം എൻ്റെ 1 ഹവറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. അപ്പോൾ ഈ 150 പ്ലസ് എത്രയാണ് 15 വരുന്നു. അപ്പോൾ 165 റുപ്പീസ് വന്നു. ഇത് നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് വേണം. ഇപ്പം നിങ്ങൾ 165 നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 200 ആക്കാൻ വേണ്ടിയിട്ട് ഒരു 35 റുപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒന്ന് റൗണ്ട് ഫിഗർ ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് ഇപ്പം ഞാൻ ചെറിയ പ്രോഡക്ട്സിനൊക്കെ 50 റുപ്പീസ് ആണ് ചെയ്യുന്നത്, അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഇതിനൊരു 50 റുപ്പീസ് പ്രോഫിറ്റ് ഇടാൻ പോവാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 115 ആണ് വരിക. അത് വേണമെങ്കിൽ നമുക്ക് 215 ആണ് വരിക. അത് വേണമെങ്കിൽ നമുക്ക് 220 ആക്കാം. 215 വേണമെങ്കിൽ 220 ആക്കാം. ഇനിയിപ്പം നമ്മളിതിപ്പം ഒരു 215 അല്ലെങ്കിൽ ഒരു 220 ആണ് ഈ ഒരു ഗ്രോസറി കീ ചെയിൻ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു കീ ചെയിന് 220 റുപ്പീസ് ഞാൻ മേടിക്കില്ല, നിങ്ങൾ മേടിക്കോ, ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ വന്നില്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റ് കമ്പാരിസൺ ആണ്. നമ്മൾ ഒരിക്കലും ചെയ്യുന്ന ഒരു സാധനത്തിന് എന്താ പറയുക മോശമായിട്ട് കാണരുത്. നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലാതാവുന്നില്ല. നമ്മൾ ചെയ്തോന്ന് വിചാരിച്ച് ക്രോഷറ്റ് പ്രോഡക്ട്സ് വാല്യൂ കുറയുന്നില്ല. ക്രോഷറ്റ് പ്രോഡക്ട്സ് ഈസ് എ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്. അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങുന്ന ആളുകളിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മുടെ പ്രോഡക്റ്റിന്റെ കുഴപ്പം കൊണ്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഇനി നമ്മളൊന്ന് പ്രൈസ് കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. അതായത് ഇങ്ങനത്തെ കീ ചെയിന് നമ്മൾ ഓൺലൈനായിട്ടാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും എത്ര പ്രൈസ് വരെ ഇതിനുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനാദ്യം തന്നെ ഞാൻ ഗൂഗിളിൽ ക്രോഷറ്റ് കീ ചെയിൻ ഒന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ നമുക്ക് സ്പോൺസേർഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് പ്രൊഡക്ട്സ് വരും. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ഓരോന്നിൻ്റെ പ്രൈസ്. ഇതിലിപ്പോൾ ആമസോണിലുള്ള പ്രൈസ് ഉണ്ട്, ഫസ്റ്റ് ക്രൈയിലുള്ളതുണ്ട്, പിന്നെ അങ്ങനെ കുറേ വെബ്സൈറ്റ്സിൽ ചെറിയ വെബ്സൈറ്റ്സിലുള്ള പ്രൊഡക്ട്സൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ആവറേജ് പ്രൈസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഒരു ബോ കീ ചെയിൻ ആയതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ക്രോഷറ്റ് ബോ കീ ചെയിൻ എന്ന് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് മീഷോയിലൊക്കെ വന്നിട്ടുള്ള പ്രൈസ് കാണാം. നമുക്ക് 240, 231 ഇതൊക്കെയാണ് ക്രോഷറ്റ് ബോ കീ ചെയിൻ്റെ പ്രൈസ്. ഇതൊക്കെ മീഷോയിലെ ലിസ്റ്റിംഗ് ആണ്. 210 ഉണ്ട്, 299 ഉണ്ട്, 260 ഉണ്ട്. അറൗണ്ട് 200 സംതിങ്ങിലാണ് നമ്മുടെ ഈ ഒരു പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട പ്രൈസ് തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. അതിൽ കുറവുള്ളതും കുറച്ചൊക്കെ ഇതിൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ 153ൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടോ, വളരെ ഫിനിഷിങ് കുറവുള്ള ഒരു പ്രൊഡക്റ്റാണത്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു നീറ്റായിട്ടല്ല അത് വന്നിട്ടുള്ളത്. അപ്പം അത് ചിലപ്പം അവർ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അവരുടെ പെർ ഹവർ ചാർജ് അവർ കുറച്ചിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് പ്രൈസും കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഷോപ്പിംഗ് എന്നുള്ള കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രൊഡക്ട്സ് കാണാൻ പറ്റും, കൂടുതൽ കമ്പാരിസൺ കാണാൻ പറ്റും. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മളിപ്പോൾ പ്രൈസ് ചെയ്തിട്ടുള്ളത് മോശം പ്രൈസാണെന്നോ അല്ലെങ്കിൽ കൂടിയ പ്രൈസാണെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്കൊരു ക്രോഷറ്റ് ബോ കാണുമ്പോൾ അതിന് എത്ര പ്രൈസ് ഉണ്ടാവും തോന്നുമെങ്കിലും ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മുടെ പ്രൈസിങ് വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോപ്പർ പ്രൈസിങ് മെത്തേഡ്. ഇനി ഇതിപ്പോൾ ഒരു ചെറിയ പ്രോഡക്റ്റ് അല്ല, ഇനി കുറച്ച് വലിയ പ്രോഡക്റ്റ് നോക്കാം. ഇതൊരു ക്രോഷറ്റ് സ്കാർഫാണ് കണ്ടോ. അപ്പോൾ ഇതൊരു വലിയ പ്രോഡക്റ്റ് ആണ്. അപ്പം ഈ ഒരു ക്രോഷറ്റ് സ്കാർഫിനെ നമുക്ക് പ്രൈസ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്കാർഫ് ഞാൻ ഗംഗാ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു യാൺ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ യാണിന് എനിക്ക് 120 ആണ് ഒരു ബോളിൻ്റെ പ്രൈസ്. അപ്പം ഇത് എനിക്ക് ചെയ്യാൻ 1.5 ബോൾസ് എടുത്തു.
ഓക്കെ. അപ്പൊ 1.5 ബോൾസ് എന്ന് പറയുമ്പോൾ 120 + 60 വരും. അപ്പൊ 180 റുപ്പീസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ്. ഇതിന് എക്സ്ട്രാ വേറെ ഒരു മെറ്റീരിയൽ ആവശ്യം വന്നിട്ടില്ല, ജസ്റ്റ് യാൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 180 ആണ് ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ഇനി ഇത് ചെയ്യാൻ എനിക്ക് 5 hours എടുത്തു. അപ്പൊ 5 hours എന്ന് പറയുമ്പോൾ എനിക്ക് 150 ആണ് എന്റെ പെർ ഹവർ ചാർജ്. അപ്പൊ 5 hour ചാർജ് എത്രയാ? 750 റുപ്പീസ് വരും. ഈ 750 വരും, അതിന്റെ കൂടെ 180 വരും. അപ്പൊ 750 + 180 വരും. അപ്പൊ എനിക്ക് 930 റുപ്പീസ് ടോട്ടൽ കോസ്റ്റ് വരും. അപ്പോൾ 930 ആണ് നമ്മുടെ പ്രൊഡക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും അതേപോലെ തന്നെ എൻ്റെ വർക്ക് പെർ ഹവർ കോസ്റ്റ് കൂടി ടോട്ടൽ വരുന്നത്. ഇനി ഇതിന് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിനൊരു 200 റുപ്പീസ് കൂട്ടാം നമുക്ക്. അപ്പോൾ 200 റുപ്പീസ് ഞാനിതിന് എക്സ്ട്രാ പ്രോഫിറ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ വരും. അപ്പൊ ടോട്ടൽ പ്രൈസ് 1130 ആണ് വരിക. ഇത് നമുക്കിപ്പോൾ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് വരുന്നത്, അത് നമുക്കൊരു 50 ആക്കാം. അപ്പൊ നമുക്ക് ടോട്ടല് 220 റുപ്പീസ് പ്രോഫിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ 1150 ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ ഇടുന്ന പ്രൈസ്. ഇനി ഈ പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഈ ഒരു സ്കാർഫ് നമുക്ക് ആരെങ്കിലും വാങ്ങുമെന്നുള്ളത് അറിയണം. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ടൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. എന്ത് ക്രോഷറ്റ് സ്കാർഫിനൊക്കെ എത്ര പൈസ വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫിനിഷിംഗ് അനുസരിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു പ്രൊഡക്റ്റിന് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം ഫിനിഷിങ്ങിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് 200 പ്രോഫിറ്റ് ഇടുന്നതിനും പ്രശ്നമില്ല, പെർ ഹവർ 150 റേറ്റ് ഇടുന്നതിനും പ്രശ്നമില്ല. നിങ്ങളുടെ എമൗണ്ടുകൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ആ ഒരു ഫിനിഷിങ്ങും നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ചാണ്. അപ്പൊ നമുക്കിനി കുറച്ചൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇനി ഞാൻ ക്രോഷറ്റ് സ്കാർഫ് ഇതേപോലെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ഷോപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്കാർഫ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രൈസിങ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1700, 1234, 1299, 1099 ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമ്മളിട്ട ആ ഒരു പ്രൈസിങ് ഓൾമോസ്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസിങ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 150 പെർ ഹവർ ചാർജ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പം ബിഗിനേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 100ഓ 120ഓ ഈവൻ 80 ഒക്കെ കൂട്ടിയാൽ മതി ഹവർലി ചാർജ്. അപ്പോൾ പ്രൈസ് ഇതിലും കുറയും. ഇതിപ്പം മാജിക് നീഡിൽസിൻ്റെ 1099ൻ്റെ സ്കാർഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ MRP ശരിക്കും 1499 ആണ്. അവരുടെ എന്തോ ഒരു ഡിസ്കൗണ്ട് റൺ ചെയ്തിട്ടാണ് 1099 ഒക്കെ അത് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഡിസ്കൗണ്ടഡ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കൂട്ടുന്ന സമയത്ത് 150 എന്നുള്ളത് കൂട്ടാണ്ട് കുറച്ചൊരു പ്രൈസ് കുറവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ 1990 ഒക്കെയാണ് ഒരു സ്കാർഫിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കാണാം നൈക്ക ഫാഷനിലൊക്കെ 1625 ആണ് പ്ലെയിൻ സ്കാർഫിനൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല പ്രൈസ് കൂടുതലാണെന്ന്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് നമ്മുടെ ഒരു സ്കാർഫിന് ഓൾമോസ്റ്റ് അതേപോലെയുള്ള ഒരു സ്കാർഫ് ഞാൻ ഇതിൽ കണ്ടു. അങ്ങനെ അത് തുറന്നു നോക്കിയ സമയത്താണ് മനസ്സിലായത് നമ്മൾ ചെയ്തിട്ടുള്ള അതേ കളർ കോമ്പിനേഷനിലുള്ള, എനിക്ക് തോന്നുന്നു സെയിം യാൺ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്കാർഫ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് 1500 ആണ് അതിൻ്റെ പ്രൈസ്. 100 റുപ്പീസ് ഷിപ്പിങ്ങും ചേർത്തിട്ട് 1600 അവർ സെയിൽ ചെയ്യുന്നത്. അപ്പം നോക്കിയാൽ നമ്മൾ ചെയ്ത സ്കാർഫിനെക്കാട്ടും സിമ്പിളായിട്ടുള്ളൊരു സ്കാർഫാണിത്. എന്ന് വെച്ചാൽ നോർമൽ സ്റ്റിച്ചസ് വെച്ച് ചെയ്തിട്ടുള്ള സ്കാർഫാണ്. നമ്മളത് വേറെ കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം പ്രൈസ് റേഞ്ച് ഓൾമോസ്റ്റ് നമ്മളതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അങ്ങനെ ഒരു പ്രൈസ് ഇടുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാം, നമ്മുടെ പ്രോഡക്റ്റ് കറക്റ്റ് പ്രൈസിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അണ്ടർ പ്രൈസ്ഡും അല്ല ഓവർ പ്രൈസ്ഡും അല്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈസിങ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലും വലിയ പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ ഒരു 400ഓ 350 ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ പ്രോഡക്ട്സിന്റെ നിങ്ങൾ എത്ര സമയം എടുത്തതൊക്കെ അനുസരിച്ചാണ്. വലിയ പ്രോഡക്ട്സിന് വലിയ പ്രോഫിറ്റ് ഇടാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ. ഈ ഒരു വീഡിയോ ചെയ്തതിലൂടെ അത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് കടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾക്കുള്ള ബേസിക് ആയിട്ടുള്ള ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്തെങ്കിലും വേറെ ക്രോഷറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.